ഇതെന്താ സൂചിച്ചേട്ടാ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ നോക്കുന്നേ? ത്രികോണം മധ്യേ ഒരു മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോയതാ. എൻ്റെ പൊന്നോ മതി. പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും അങ്ങേറ്റത്തെ കുശുമ്പ. ഞങ്ങൾ സമപ്രായക്കാർ പിള്ളേരെല്ലാം കൂടെ വീട്ടിൽ ചുമ്മാ ഒന്ന് ഒത്തുകൂടിയതാണേ. അപ്പം അതിൻ്റെ അകത്ത് ആദ്യം മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് മാളുകുട്ടിയാണ്, പിന്നെ പാറുക്കുട്ടി. പാറുവിനും മാളുവിനും വർഷങ്ങളായിട്ട് നമ്മൾ പയറ്റി തെളിഞ്ഞ പൂവും സൈഡിലെ വള്ളിയും വരച്ചു കൊടുത്തു. എനിക്കതേ അറിയത്തുള്ളൂ. പക്ഷേ ഇച്ചിരി മൂത്തങ്ങളായിരുന്നു ഇച്ചിക്കുട്ടിയും മിന്നുവും. അവളുമാരെ ബുദ്ധിപൂർവ്വം ഫോണിലൊരു ഡിസൈൻ കൊണ്ട് കാണിച്ചു. തറയിൽ മൊസൈക്ക് ഇട്ടേക്കുന്ന കൂടി ഡിസൈനായിരുന്നു. 1.5 മണിക്കൂർ ഇരുന്ന് എന്നെ കൊണ്ട് വരപ്പിച്ചേ. വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കോലമൊന്നും ഇല്ലെങ്കിലും ഇട്ട് കൊടുത്തു. അത് ഇട്ടത് കണ്ടപ്പോൾ ആദ്യം ഇട്ട രണ്ടുപേരുടെ എക്സ്പ്രഷനാണ് ടൈറ്റിൽ കാർഡിൽ നിങ്ങൾ കണ്ടത്. വിടുവോ? വീട്ടിൽ പോണോണ്ട് മാൾക്കുട്ടി പിടിച്ചിരുത്തി ഉച്ചയ്ക്ക് തുടങ്ങിയ കലാപരിപാടി ഏകദേശം 6 മണിക്കാണ് ഞാൻ എഴുന്നേറ്റത്. പ്രൊഫഷണൽ മെഹന്തി ഇടയിൽ പഠിച്ചിരുന്നെങ്കിൽ വലിയ കല്യാണത്തിന് പോയിരുന്നു 2500 രൂപ ഇപ്പം എൻ്റെ ആയിരുന്നേ. അത് ഞാനൊന്ന് പുറത്ത് പോയി കേട്ടോ. പോയിട്ട് വന്നപ്പോൾ ഒരു 10-10 ആയി കാണും. ഉറങ്ങാതിരിക്കുക വീട്ടിലെ കുരുപ്പ് എന്തിനാ? മാമൻ ഫുൾ കയ്യേലെ മൈലാഞ്ചി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന്. മെഹന്തി ആർട്ടിസ്റ്റുകൾ പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്കൊരു കോമ്പറ്റീഷനൊന്നും ആവത്തില്ല. കാരണം വീട്ടിലെ ഇടിയിൽ കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ സമയം കിട്ടാറില്ല എനിക്ക്. പോട്ടെ.